നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെള്ളനാട് 4ാം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്തിരുന്നു. അഫാൻ നടത്തിയ ക്രൂര കൂട്ടക്കൊലപാതകം മാധ്യമങ്ങളിൽ നിറഞ്ഞപ്പോൾ ഈ വിഷയം അധികം ചർച്ച ചെയ്യാതെ പോയി. എന്നാൽ ഇന്നിപ്പോൾ ദീക്ഷിതയുടെ അച്ഛന്റെ മാതാപിതാക്കൾ ഗുരുതര ആരോപണം ഉന്നയിച്ച് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ദീക്ഷിതയുടേത് ആത്മഹത്യ അല്ലെന്നും കൊലപാതകമാണെന്നുമാണ് ദീക്ഷിതയുടെ മുത്തച്ഛൻ, അതായത് അച്ഛന്റെ അച്ഛൻ പരാതിപ്പെട്ടിരിക്കുന്നത്. അനുജത്തിയുമായി ഒരു പേനയുടെ പേരിൽ വഴക്കുണ്ടായെന്നും ഇതിനുശേഷമാണ് ദീക്ഷിത കുളിമുറിയിൽ കയറി ആത്മഹത്യ ചെയ്തത് എന്നുമാണ് പറയുന്നത്. ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ചത് ഒരു ഷോളാണ്. എന്നാൽ ഈ ഷോളിന്റെ ഒരറ്റത്ത് മാത്രമേ കുരുക്കുണ്ടായിരുന്നുള്ളൂ. ദീക്ഷിതയുടെ അച്ഛന്റെ വീട്ടുകാർ മറ്റ് ചില ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ദീക്ഷിതയുടെ അമ്മയ്ക്ക് ഒരു അവിഹിത ബന്ധമുണ്ടെന്നും അത് പലതവണ തങ്ങൾ വിലക്കിയതാണെന്നും എന്നാൽ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടാണ് അവൾ അയാൾക്കൊപ്പം ചുറ്റി നടക്കുന്നത് എന്നും ഈ മാതാപിതാക്കൾ പറയുന്നു. ദീക്ഷിതയുടെ അമ്മയ്ക്ക് അവിഹിത ബന്ധമുള്ളത് ഒരു പോക്സോ കേസ് പ്രതിയുമായിട്ടാണ് എന്നും ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. ദീക്ഷിത ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ദീക്ഷിതയുടെ മുത്തച്ഛൻ, അതായത് അമ്മയുടെ അച്ഛനും ദീക്ഷിതയുടെ സഹോദരിയും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ആ സമയത്ത് അമ്മയും മുത്തശ്ശിയും ശിവരാത്രി ആയിരുന്ന ദിവസമായതിനാൽ ക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. ഇവരെ കൂടാതെ ഈ വീട്ടിൽ ദീക്ഷിതയുടെ അമ്മാവനുമുണ്ട്, അതായത് അമ്മയുടെ സഹോദരൻ. ഞങ്ങളുടെ കുഞ്ഞിനെ കെട്ടിത്തൂക്കിയിട്ട് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും നിയമ നടപടികളുമായി മുൻപോട്ട് പോകുമെന്നുമാണ് ദീക്ഷിതയുടെ അച്ഛന്റെ മാതാപിതാക്കൾ ഇപ്പോൾ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത്. കുഞ്ഞിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് അറിയണം. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഒരാൾ എങ്ങനെ ആത്മഹത്യ ചെയ്യും? അതെന്താണെന്ന് പോലും ആ കുഞ്ഞിനറിയാമോ? ഏറ്റവും മിടുക്കിയായ കുട്ടിയാണ് ദീക്ഷിത. അവളുടെ സ്കൂളിൽ അന്വേഷിച്ച് നോക്കൂ. ക്ലാസ്സിലെ മിടുക്കി കുട്ടിയാണ് ദീക്ഷിതയെന്നും ഇപ്പോൾ ദീക്ഷിതയുടെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ദുരൂഹതയുണ്ട് എന്ന് പോലീസും ആ നിഗമനത്തിലെത്തി തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. എന്താണ് സംഭവിച്ചത് എന്നത് തങ്ങൾക്ക് വ്യക്തമായി അറിയണമെന്ന് തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 22 ഓഗസ്റ്റ് മാസം 26-ാം തീയതി എൻ്റെ മോനെ അവിടെ നിന്ന് അടിച്ചിറക്കിയതാണ്. എൻ്റെ മോൻ്റെ ലൈഫിൽ വേറൊരാൾ വന്ന് കൂടി. അതോടെ എൻ്റെ കൊച്ചുമക്കളെ കാണാനും പോലും കിട്ടിയില്ല. അവരെ വളർത്താമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിച്ച് എൻ്റെ പിള്ളേരെ കാണാൻ പോലും അനുവദിച്ചില്ല. ഇനിയുള്ള കൊച്ചിനെങ്കിലും ഞങ്ങൾക്ക് തരണം. ഒരു കൊച്ചുണ്ട്, അത് നിങ്ങൾ കൊല്ലാൻ കൊടുക്കരുത്. അല്ലെങ്കിൽ അവർ വളർത്തണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വളർത്തണം. പിന്നെ ഈ കൊച്ചിനെ, എൻ്റെ കൊച്ചിനെ ഇവർ എന്ത് ചെയ്തെന്ന് അറിഞ്ഞൂടാ. അത് പോലീസ് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയ്ക്ക് ദുഃഖമുള്ളതാണ്. എൻ്റെ ചെറുക്കൻ എത്ര പ്രാവശ്യം ഇത് പോയി പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അത്രയൊക്കെ പറയുള്ളൂ, വേറെ എന്ത് പറയാൻ. അത്രയും ഞങ്ങളുടെ ലൈഫ് പോയതാണ്. ആ കൊച്ചിൻ്റെ, എൻ്റെ മോൻ്റെ ലൈഫ് വരെ അവർ കളഞ്ഞു. വേറെ ഒരുത്തൻ്റെ കൂടെ നമ്മൾ പെയ്ത് 5 കേസ് അവന് തിരിഞ്ഞ് കയറി വരാൻ പറ്റാത്തതിൽ 5 കേസ് അവൾ കൊടുത്തത്. അവനും സ്വരൂപവും കൂടെ ചേർന്ന് അതിനൊരു തീരുമാനം എടുക്കണം. ഞാൻ പലർക്കും കംപ്ലയിൻറ്റ് ചെയ്തു, ഒരു നടപടിയില്ല. അവന് ആൾ സ്വാധീനമുണ്ട്, ബാക്കിയുള്ള എല്ലാം ഉണ്ട്. അവൻ്റെ ഇതിൽ വെച്ചാണ് അവൻ്റെ മറ്റേ ഈ ഫോണും അവൻ്റെ ലാപ്ടോപ്പും ഇതെല്ലാം പരിശോധിച്ച കറക്റ്റ് രേഖകൾ അറിയാം. അവൻ പോസ്കോ കേസിലെ പ്രതിയാണ്. അവൻ്റെ മോനെ പീഡിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്തവനാണ് ഈ കൊച്ചിൻ്റെ കൂടെ ഈ എൻ്റെ മോൻ്റെ ഭാര്യയുടെ കൂടെ വന്ന് ചേർന്നത്. അന്നേ ഞാൻ പറഞ്ഞു, നീ ഇതിൽ പോകരുത്, ഇവൻ കുടുംബം തുലയ്ക്കുമെന്ന് പറഞ്ഞു. അതേപോലെ നടന്നു. ഇപ്പം കൊച്ചി പിള്ളേർ പോലും ഇല്ല. ഇനി ഒരു കൊച്ചേ ഉള്ളൂ. അതിനെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 കേസ് ഇപ്പം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആള് സ്വരൂപനെന്ന് പറഞ്ഞൊരു പയ്യനാണ്. സ്വന്തം ബന്ധുക്കളാണ്. അവനാണ് കുടുംബം തുലച്ചത്. അതിനൊരു പരിഹാരം നിങ്ങൾ എല്ലാവരും കൂടെ കണ്ടെത്തി തരണം. ഇവൻ പരിചയം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വരുമെന്നും എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മോനാണ് അവൻ. ചേച്ചിയുടെ മോനാണ്.
അവൻ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് ആ കൊച്ചിനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞൊരു കേസുണ്ടായി. അങ്ങനെ ആ സംബന്ധമൊക്കെ വിടർത്തി അവൻ ഇതിൽ കൂടെ വന്ന് ചേർന്നു. ഇവൻ്റെ കല്യാണം കഴിഞ്ഞത് ജനുവരി 2014 ജനുവരി 20 എൻ്റെ കല്യാണം കഴിഞ്ഞത്. പ്രശ്നങ്ങളുണ്ടായത് ഇപ്പോഴും ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ പ്രശ്നമാണ്. ഇല്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. എന്നുവെച്ചാൽ അവളെ കാണാൻ പാടില്ല, കൊച്ചുങ്ങളെ കാണാൻ പാടില്ല. അവളൊരു കോർട്ടിൽ നിന്ന് അവൻ്റെ ഒരു വക്കീലിനായിട്ട് വാങ്ങിച്ച്, എന്നുവെച്ചാൽ ആ ബാധിക്കാൻ വന്ന വക്കീലിന് എൻ്റെ രണ്ടാമത്തെ മോളെ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അവൾക്ക് മക്കളില്ല. അത് എനിക്കറിയാവുന്ന ആളാണ്. അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് പോയുള്ളതാണ് അവൾ. എന്ന് തന്നെ എനിക്ക് എൻ്റെ ബലമായ സംശയം എങ്ങനെ, അല്ലെങ്കിൽ ഒന്നീ ആത്മഹത്യ അല്ലെങ്കിൽ മാനസികമായിട്ട് ഈ കൊച്ചിനെ പീഡിപ്പിച്ചിട്ടുണ്ട്. തന്തയെ കാണണം എന്ന് പലരും പറഞ്ഞ് തന്തയെ കാണണമെന്ന്. ഇവരെ കാണാൻ അനുവദിക്കില്ല. കോർട്ട് ഓർഡർ വാങ്ങി വെച്ചുകൊണ്ടാണ് ഇവർ കളിച്ച കളി. അത് ശ്രീകുട്ടിക്ക് അറിഞ്ഞുണ്ടെങ്കിലും എൻ്റെ മരുമോക്ക് അറിഞ്ഞെങ്കിലും മറ്റവന് എല്ലാ വിദ്യകളും അറിയാം. ഏതൊക്കെ എങ്ങനെയൊക്കെ ഒരു തന്നെ കുരുക്കാമ്പോൾ ആ വിദ്യകളെല്ലാം അവൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവൻ്റെ ശേഷാറ കഞ്ചാവ് കേസിൽ പ്രതിയാണ്. അതിന് ഞാൻ ജാമ്യം നിന്ന് ഇറക്കിയിട്ടുണ്ട്. എം പോസ്കോ കേസിൽ നിന്ന് ഞാൻ ജാമ്യം നിന്നാണ് അവനെ ഇറക്കിയതെന്ന് അവൻ്റെ മോൻ്റെ ഇതിൽ. അത്ര അവന് വേണ്ടി നല്ല രീതിയിൽ സഹായിച്ചതാണ് ഞാൻ. അവനാണ് എൻ്റെ കുടുംബം തൊലച്ചത്. പ്രശ്നമുണ്ട്. സംസാരിച്ചപ്പോൾ അവരായിട്ട് അവൻ്റെ അമ്മയും അച്ഛനായിട്ടും ആരുമായിട്ടും ഒരു ബന്ധമില്ല. ആളൊറ്റയ്ക്ക് അവൻ അവൻ്റെ അച്ഛനും അമ്മയായിട്ട് ബന്ധമുണ്ട്. അവർ നമ്മളോട് സഹകരിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്നത് എന്തൊരു ഫുഡായാലും മറ്റേതായാലും പച്ചക്കറി ആയാലും മറ്റുള്ളതായാലും ഇവർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. എൻ്റെ ഒരു സമ്പത്ത് അവർക്ക് തന്നെ കൊടുത്തത്. ഞാൻ ഗൾഫിൽ 10-27 വർഷം പണിയെടുത്ത ഒരു സമ്പത്ത് എൻ്റെ ഭാര്യ എന്നെ അവർ കൊടുത്തിട്ടുണ്ട്. സംശയമുണ്ടെന്ന് എന്നെ പറഞ്ഞാൽ സംശയമുണ്ട്. അല്ലാതെ ഒരു പേരയ്ക്ക് വേണ്ടി എൻ്റെ കൊച്ചി മരിക്കാൻ പോവില്ല. അവളെ ക്ലാസ്സിൽ ചെന്ന് അവൾ പഠിക്കുന്ന സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചാൽ അവളെപ്പോലെ മിടിക്കുക ഒരു കുട്ടികളില്ല. അവൾ ഒന്നിനങ്ങനെ നിർബന്ധം പിടിക്കുന്ന കൊച്ചല്ല. ഒരു പേനയ്ക്ക് വേണ്ടി ആ കൊച്ചി ചെയ്യില്ല. അല്ലെങ്കിൽ അപ്പൂപ്പ ഇവർ നോക്കാതെ പറഞ്ഞാൽ അവളെ അപ്പൂപ്പ ഇവിടെ ഉണ്ടായിരുന്നു. അവളെ അമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മൂമ്മയെന്ന് വെച്ചാൽ മുത്തശ്ശനും ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ 2 കൊച്ചു കുട്ടികളെ നോക്കാൻ പറ്റില്ലെങ്കിൽ അവർ എന്തിനാ ഇത് എടുക്കുന്നത്? വളർത്തുന്നവർക്കെങ്കിലും കൊടുക്കട്ട്. ഞങ്ങൾക്ക് തന്നില്ല വേറെ ആർക്കെങ്കിലും കൊടുത്ത് അവരെ വളർത്തിയെടുക്കട്ട്. ഞങ്ങൾക്ക് തരാണെങ്കിൽ അവൾ പൊന്നുപോലെ വളർത്തി 2 പിള്ളേരെ. ആശുപത്രി പോയിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തതേ ഉള്ളൂ. ബാക്കിയുള്ള റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. സൂചന എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ജനലിലാണ് ഈ പിള്ളേരെ ബാത്റൂമിൽ ഇങ്ങനെ തുണി കഴുകിയിരുന്ന അതിലാണ് തൂങ്ങിയെന്ന് പറഞ്ഞത്. അതിൽ ഒരു കൊച്ചിൻ്റെ വെയിറ്റ് ഒരാളുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 6 കിലോയാണ് അതിൻ്റെ മിനിമം ബാലൻസ്. 23 കിലോ ഉള്ള ഒരു കൊച്ച് അതിലാണ് തൂങ്ങിയിരിക്കുന്നത്. അത് മുകളിൽ കെട്ടില്ല, കഴുത്തിലാണ് കെട്ടി ഇരിക്കുന്നത്. പിന്നെ മുകളിൽ ഇങ്ങനെ ചിറ്റിയിട്ടേ ഉള്ളൂ. ആ തുണി ഇടുന്ന അതിലാണ് ചിറ്റിയിരിക്കുന്നത് തുണി എന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ഒരാൾ പറഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള വീട്ടുകാർ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞു. പിന്നെ പറയണ അവൾ അപ്പൂപ്പൻ ചവിട്ടി തുറന്നെന്ന് പറഞ്ഞു. പിന്നെ പറയണ അമ്മ ചവിട്ടി തുറന്നു. അങ്ങനെ ഈ ഒരു പറയുന്ന വാക്കുകളിലെല്ലാം പല വ്യത്യാസങ്ങളുണ്ട്. മുടികളിലെല്ലാം പല വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങൾക്ക് സംശയമുണ്ട് ഇത് കൊച്ചനെ കൊന്നതാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതാണ്. അതിന് കണ്ടുപിടിച്ച് അതിന് ഞങ്ങൾക്ക് നല്ലൊരു പരിഹാരം ഞങ്ങൾക്ക് കാണിച്ചു തരണം. അത് ആരെന്ത് ചെയ്താലും അതിന് ശിക്ഷ കൊടുക്കണമെന്ന് തന്നെ ഞാൻ പറയണത്. വളപ്പിശാല പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രിക്ക്, DGPക്ക്, DSPക്ക് എല്ലാവർക്കും ഞാൻ പരാതി കൊടുത്തിട്ട് വളപ്പിശാല SI എൻ്റെ കൂടെ പറഞ്ഞ മറുപടി അവൾക്ക് 2 പിള്ളേരുണ്ടെങ്കിൽ അവൾക്ക് വളർത്താൻ അറിയാമെന്ന്. അവൾ വളർത്തി കാണിച്ചു തന്നു. ഇപ്പോൾ ഇല്ല കുഞ്ഞിനെ കാണാൻ ഈ 1.5 വർഷം കൊണ്ട് 1.5 വർഷമായി കാണാറില്ല. ഫോണിലൊന്നും വിളിക്കാറില്ല, ഫോണൊന്നും കൊടുക്കാറില്ല. ഞങ്ങൾക്ക് എൻ്റെ മോൻ കാണാനായിട്ട് സ്കൂളിൻ്റെ അവിടെ വന്നതും
അവന് ഇത് കോടതി അലസ്യ കേസിന് അവനെ അകത്താക്കിയ മോനാണ് എൻ്റെ ചാച്ചിയുടെ മോൻ. എന്നാൽ നടന്നിരിക്കുന്നത് ആത്മഹത്യ തന്നെയാണ് എന്നാണ് ദീക്ഷിതയുടെ അമ്മയുടെ കുടുംബക്കാർ പറയുന്നത്. കുട്ടി ഇളയ സഹോദരിയുമായി വഴക്കുണ്ടാക്കിയതിന് ശേഷമാണ് കുളിമുറിയിൽ കയറി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്. ആ സമയത്ത് മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ല. മുത്തശ്ശന് വയ്യാത്ത ആളാണ്. അദ്ദേഹം കുട്ടികൾ തമ്മിലുള്ള വഴക്ക് അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. കിടക്കുകയായിരുന്നു അദ്ദേഹം. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അത് കൊലപാതകമാണ് എന്ന് പറയുന്നത് എന്ന ചോദ്യമാണ് ദീക്ഷിതയുടെ അമ്മയുടെ വീട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, മുറി അകത്തു നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു എന്നും ഇവർ പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത്? വീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയും ഒക്കെ ആണുള്ളത്. അപ്പം ഇന്നലെ ആയപ്പോഴേ ശിവരാത്രി പ്രമാണിച്ച് ഇവരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ അമ്മയും ഒക്കെ പൊങ്കാലയിടാൻ പോയി. ഈ കൊച്ചും ആദ്യം മുന്നിട്ടിറങ്ങി പോകുന്നതാണ്. ഇന്നലെ അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് കയറി വീട്ടിനകത്ത് ഇരിക്കുകയാണ് ചെയ്തത്. പിന്നെ കളിച്ച് വേറെ ഒരു പ്രശ്നമില്ല എന്നാണ്. ഞാൻ വീട്ടിൽ ഉള്ള ആളല്ല, അപ്പം ഒരു പ്രശ്നമില്ല എന്ന് അപ്പം പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് കളിച്ച് പുറത്തേക്ക് ഇറങ്ങി കളിച്ചിട്ട് അതിനകത്ത് കയറി രണ്ടും കൂടെ ഒരു പേനയ്ക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കി. അപ്പോൾ അതെപ്പോഴും സ്ഥിരമാണെന്ന് പറഞ്ഞു. രണ്ടും കുസൃതി കൂടുതല. വഴക്കുണ്ടാക്കി ആ പേന ഇളയവിള വാങ്ങിച്ച് വെച്ച് അത് മൂത്തവളയാണെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. അപ്പൂപ്പൻ അത് വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല, ഇളയത് കൊടുത്തില്ല. അപ്പം പിണങ്ങി മുകളിലത്തെ റൂമിലേക്ക് പോകും. ഇത് സ്ഥിരമുള്ളതെന്നാണ് അപ്പൂപ്പൻ പറയുന്നത്. അതുകൊണ്ട് അതിന് വലിയ കാര്യമാക്കി അപ്പൂപ്പനും എടുത്തില്ല. അപ്പൂപ്പന് കാലിനൊക്കെ മുട്ടിൻ്റെ വിഷയമായതുകൊണ്ട് മുകളിലേക്ക് കയറാനും ബുദ്ധിമുട്ടാണ്. മുകളിലിങ്ങനെ ആദ്യം കയറാറില്ല. അപ്പോൾ കുറേ സമയം കാണാത്തതുകൊണ്ട് ഈ ഇളയവിളയിൽ നിന്ന് പേനയും വാങ്ങി. അപ്പോൾ മുകളിൽ ചെന്നപ്പോൾ ഒരു അനക്കമില്ല. അപ്പം ടോയ്ലറ്റിലാണെന്ന് അപ്പൂപ്പന് അറിയത്തില്ല. അപ്പം ബാക്കി എല്ലായിടം നോക്കിയിട്ട് വീണ്ടും കാണാത്തതുകൊണ്ട് വിളി കേൾക്കുന്നില്ല. ആ സമയത്ത് പൊങ്കാലയ്ക്ക് പോയവരെല്ലാം വന്നായിരുന്നു. അവരോട് പറഞ്ഞപ്പോൾ അവരിങ്ങനെ എല്ലായിടം നോക്കി തോന്നും ടോയ്ലറ്റ് അകത്തുനിന്ന് കുറ്റിയിട്ടേക്കായിരുന്നു. അത് അങ്ങനെ പൊളിച്ച് തള്ളി തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്ത് ഉള്ള രീതിയിലാണ് കണ്ടത്. ആ സംഭവം നടക്കുന്നതിന് ശേഷം ഈ വീട്ടുകാർ പറഞ്ഞ അറിവുകൾ മാത്രമേ പോലീസിനും അതുപോലെ തന്നെ ബന്ധുക്കൾക്കുമൊക്കെ ഉള്ളൂ. എന്താണ് ആ കുടുംബത്തിൽ നടന്നത് എന്നതിൽ കൃത്യമായ അന്വേഷണം തന്നെ വേണം. കാരണം ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ദുരൂഹതയുണ്ടെങ്കിൽ അത് മറനീക്കി പുറത്തേക്ക് വരണം. ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി അറിയുകയും ചെയ്യണം. കേരളത്തിൽ ദിനംപ്രതി ആത്മഹത്യകളും കൊലപാതകങ്ങളും പെരുകി വരികയാണ്. ഇതെല്ലാം കേട്ട് മനസ്സ് മരവിച്ചിരിക്കുകയാണ് മലയാളികൾക്ക്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.